എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? സുസ്ഥിര വികസനം. അതായത് നമുക്ക് ഡെവലപ്മെന്റ് ആവശ്യമല്ലേ? ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും നമുക്ക് ഡെവലപ്മെന്റ് ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഈ ഡെവലപ്മെന്റിന് വേണ്ടി റോഡ് പണിയുന്നു, പുതിയ പുതിയ റോഡുകൾ പണിയുമ്പോൾ സൈഡിലുള്ള മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, പാടശേഖരങ്ങൾ നികത്തുന്നു, പുഴകൾ നശിപ്പിക്കുന്നു, എൻവയോൺമെന്റിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പം കുഴപ്പമില്ലായിരിക്കും അല്ലെ? നേരത്തെ ഇപ്പൊ നമ്മൾ എന്താണ്, ഇപ്പൊ തന്നെ നമുക്ക് ചൂട് കൂടി വരുന്നു, ക്ലൈമറ്റിക് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, പ്രളയം ഉണ്ടാകുന്നുണ്ട്, എന്തെല്ലാം ഇഷ്യൂസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ഡെവലപ്മെന്റ്, നമ്മൾ സുഖമായിട്ട് ജീവിക്കാൻ, നമുക്ക് നല്ല ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കിട്ടാൻ, നമുക്ക് നല്ല വീട് കിട്ടാൻ, നമ്മൾ എന്തെല്ലാം എൻവയോൺമെന്റിൽ എന്തെല്ലാം ഡാമേജ് ഉണ്ടാക്കുന്നു, അതിന്റെ എഫക്ട് ആർക്കായിരിക്കും? നമ്മൾക്കല്ല, ഫ്യൂച്ചർ ജനറേഷൻ ആയിരിക്കും. ഓക്കെ, അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു ഭൂമി അല്ലെ, ഒരു ഏരിയ അല്ലെ നമ്മൾ നശിപ്പിക്കുന്നത്. നമുക്ക് ഇപ്പോൾ കംഫർട്ടായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഫ്യൂച്ചർ ജനറേഷനെ അഫക്ട് ചെയ്യുന്നു. നമ്മൾ മരങ്ങൾ വെട്ടി നശിപ്പിച്ചു, പുഴകൾ നശിപ്പിച്ചു, വെള്ളം ഇല്ലാതായി, വായു ഇല്ലാതായി, ചൂട് കൂടി. നമുക്കിപ്പോൾ പ്രോബ്ലം ഇല്ലായിരിക്കും, പക്ഷെ ഫ്യൂച്ചർ ജനറേഷൻസ് വരുമ്പോൾ അവരായിരിക്കും, അതായത് നമ്മൾ 10 വർഷം കഴിയുമ്പോൾ നമ്മളിപ്പം ചെയ്യുന്നതിന്റെ എല്ലാം എന്താണ് കർമ്മ അനുഭവിക്കുന്നത് നമ്മളായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കും. അപ്പൊ എന്താണ്, അതാണ് പറയുന്നത്, ഡെവലപ്മെന്റ് ആവശ്യമാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഫ്യൂച്ചർ ജനറേഷന് നല്ലൊരു ജീവിതം നയിക്കാനുള്ള അതിനെ തകർക്കരുത്. അതാണ് ഇറ്റ് ഈസ് എ ഡെവലപ്മെന്റ് ദാറ്റ് എയിംസ് ടു ഡെവലപ്പ് പ്രസന്റ് ജനറേഷൻ വിത്തൗട്ട് അഫക്റ്റിംഗ് ദി ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. പ്രസന്റ് ജനറേഷൻ, ഇപ്പോൾ ജീവിക്കുന്ന ആളുകൾക്ക് എന്താണ്, ഇപ്പോൾ ഉള്ളവർക്ക് എന്താവശ്യമാണ്? നല്ല ഡെവലപ്മെന്റ് ആവശ്യം അല്ലെ? ഡെവലപ്മെന്റ് ആവശ്യം, പ്രസന്റ് ജനറേഷൻ ഡെവലപ്മെന്റ് ആവശ്യമാണ്. ആ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഫ്യൂച്ചർ ജനറേഷന്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. ആ ഒരു കോൺസെപ്റ്റിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ദാറ്റ് എയിംസ് ടു ഡെവലപ്പ് പ്രസന്റ് ജനറേഷൻ വിത്തൗട്ട് എഫക്റ്റിംഗ് ദി ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. പ്രസന്റ് ജനറേഷൻ ഡെവലപ്മെന്റ് വേണം, പക്ഷേ അത് ഫ്യൂച്ചർ ജനറേഷന്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്ട് ചെയ്യാൻ പാടില്ല. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡസ് നോട്ട് പ്രൊഹിബിറ്റ് യൂസ് ഓഫ് എനി റിസോഴ്സ്. എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് ഉപയോഗിക്കില്ലെന്നല്ല പറയുന്നത്. ഓക്കെ, യൂസ് ചെയ്യുന്നത് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് രീതിയിൽ ഉപയോഗിക്കണം. ബട്ട് എയിം ടു റെസ്ട്രിക്ട് ദെയർ യൂസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ആർ ലെഫ്റ്റ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. ഈ നേച്ചറുള്ള, ഈ ഭൂമിയിലുള്ള, എൻവയോൺമെന്റിലുള്ള എല്ലാ റിസോഴ്സും നമുക്ക് ഉപയോഗിക്കാം, ഒന്നും ഉപയോഗിക്കരുതെന്ന് പറയുന്നില്ല, ഒരു റെസ്ട്രിക്ഷൻസും വരുത്തുന്നില്ല. പക്ഷേ നമ്മുടെ ഉപയോഗം എന്ത് ചെയ്ത് ഫ്യൂച്ചർ ജനറേഷനെ അത് കിട്ടാതെ, നമ്മൾ ഏതെങ്കിലും റിസോഴ്സ് ഉപയോഗിക്കുന്നത് മൂലം, അല്ലെങ്കിൽ നമ്മുടെ ഓവർ യൂട്ടിലൈസേഷൻ മൂലം, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ആക്ടിവിറ്റി മൂലം ആ റിസോഴ്സ് ഇല്ലാതായി അത് ഫ്യൂച്ചർ ജനറേഷന് കിട്ടാതാകരുത്. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.